വെൽക്കം ടു UPSC Prelims PYQ സീരീസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 2022 UPSC Prelims PYQ ക്വസ്റ്റ്യൻ ആണ് എക്കണോമിയുടെ. റാപ്പിഡ് ഫിനാൻസിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആർ റിലേറ്റഡ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ലെൻഡിംഗ് ബൈ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഫിനാൻസ് ഇനിഷ്യേറ്റീവ് ഉണ്ട്, പിന്നെ വേൾഡ് ബാങ്ക് ഉണ്ട്. മേജർലി UPSC പലപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നതാണ് മേജർ ബോഡീസ് അല്ലെങ്കിൽ ഫിനാൻസിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ബോഡീസ് അത് ഇഷ്യൂ ചെയ്യുന്ന റിപ്പോർട്ട്സ്, അതിൻ്റെ ഇനീഷ്യേറ്റീവ്സ്, ഇതെല്ലാം UPSCയുടെ റിക്കറൻറ്റ് തീമാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് മെക്കാനിസംസ് ഏത് ബോഡിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പ്രധാനമായിട്ടുള്ള IMF, വേൾഡ് ബാങ്ക്, വേൾഡ് എക്കണോമിക് ഫോറം പോലുള്ള എക്കണോമിക് അല്ലെങ്കിൽ ഫിനാൻസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ബോഡീസിനെ പറ്റിയിട്ടും അവരുടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് സ്പെസിഫിക്കലി ആൻസറിലേക്ക് നോക്കിക്കഴിയുമ്പം ഒരു എലിമിനേഷൻ എങ്ങനെ ആപ്ലിക്കബിൾ ആവും നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പം റാപ്പിഡ് ഫിനാൻസിങ് ഇൻസ്ട്രുമെന്റും റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഒരു കീവേഡ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് എന്നുള്ളതാണ്. ഇതൊരു സഡൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് മെക്കാനിസം അല്ലെങ്കിൽ ഒരു റാപ്പിഡ് സപ്പോർട്ട് മെക്കാനിസം ആണ്, ഷോർട്ട് ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇൻഡോ പസഫിക് റീജിയനിൽ ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ, അത് ഹെൽത്ത് ആയിക്കോട്ടെ, ഫിനാൻസിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പല സെക്ടറുകളിലും ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അതൊരു ഇമ്മീഡിയറ്റ് അല്ല, അല്ലെങ്കിൽ അതൊരു ലോങ് ടൈമിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ നമുക്ക് അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമുക്കറിയാം, ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വന്നാലോ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാലോ ഇമ്മീഡിയറ്റ്ലി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബോഡിയാണ് IMF. അപ്പോൾ IMFനെ നമുക്ക് നോക്കാം. പിന്നെ ഉള്ളതാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഫിനാൻസ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ നമുക്കൊരു റാപ്പിഡ് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഒരു ഔട്ട് ഓഫ് ദി ലോജിക്കാണ് നമുക്ക് വിചാരിക്കാം. അങ്ങനെ നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാം. പിന്നെ ഉള്ളത് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൽ മേജർലി നമുക്ക് വേൾഡ് ബാങ്കിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതായത് വേൾഡ് വാർ ഹിറ്റ് ആയിട്ടുള്ള ഒരു യൂറോപ്പിൻ്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇനീഷ്യൽ ഒബ്ജക്റ്റീവ്. അത് വൈഡൻ ചെയ്ത് ഗ്ലോബലി അതിനൊരു ഡെവലപ്മെന്റൽ ആസ്പെക്റ്റ്, ഒരു ലോങ് ടൈം ഡെവലപ്മെന്റ്, ലോങ് ടൈം ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഒരു റാപ്പിഡ് മെക്കാനിസം അല്ല വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്, അതും ഒരു ലോങ് ടൈമിലുള്ളതാണ് നമുക്ക് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആൻസർ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ആൻസർ ശരിക്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് തന്നെയാണ്. കാരണം IMFന്റെ ഫംഗ്ഷനാണ് BOP ക്രൈസിസ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ക്രെഡിറ്റ് ക്രൈസിസ് വന്നു കഴിഞ്ഞാലോ കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യുക, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളത്. ഇത് തന്നെയായിരുന്നു നമ്മുടെ 1991 റിഫോംസിന് കാരണമായിട്ടുള്ള സമയത്ത് നമുക്ക് BOP ക്രൈസിസ് ഇന്ത്യയിൽ വന്നപ്പോഴും 1990s സ്റ്റാർട്ടിങ്ങിൽ ഉള്ള BOP ക്രൈസിസിൻ്റെ സമയത്തും IMF സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.